മിഷൻ അർജുൻ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ അർജുൻ്റെ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. മനാഫിൻ്റെ വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമൊക്കെ കേട്ടു. ഇപ്പോൾ മനാഫ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇനി അടുത്ത നടപടി? ഇപ്പോൾ DNA ടെസ്റ്റിനൊക്കെ പോകണമെന്ന് പറയുന്നു, കാലതാമസം ഉണ്ടാവുമോ? അങ്ങനെ പെട്ടെന്ന് തീർക്കാനുള്ള എന്തെങ്കിലും ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? പെട്ടെന്ന് തീർക്കാന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടില്ല. 2 ദിവസം DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണമെന്നുള്ളതാണ്. പിന്നെ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് ഇടപെട്ടിട്ടുണ്ട്, മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. കൈയാണെങ്കിൽ ഇന്നത്തോടു കൂടി തന്നെ കിട്ടുകയാണെങ്കിൽ മറ്റേ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ കെയർ ഓഫിൽ ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ എത്തി. മറ്റേ ഇവിടെ തന്നെ താമസം. എന്തായാലും എത്രയും പെട്ടെന്ന് ആവുകയാണെങ്കിൽ അത്രയും നന്നെന്നുള്ള ആഗ്രഹമാണ്. എത്രയും പെട്ടെന്ന് അവൻ്റെ നാട്ടിൽ അവൻ്റെ വീട്ടിൽ ഏൽപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആശുപത്രിയിൽ ഇന്നലെ പോയിരുന്നോ? ഇല്ല, ഞാൻ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല. ഈ സാമ്പിൾ കൊണ്ടുപോയോ? എന്താ നമുക്ക് കിട്ടിയത്? ഇന്ന് കൊണ്ടുപോകുള്ളൂ. രാവിലെ കൊണ്ടുപോകും. രാവിലെ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റേ 2 ദിവസം വേണം എന്നുള്ളത് പറഞ്ഞു. ഇനി അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ ആരും ഉന്നയിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഇന്ന് തന്നെ കഴിച്ചിലാവുമെന്ന് വിചാരിക്കാം. മറ്റ് 2 പേര് കൂടി ഇവിടെ മിസ്സിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഫാമിലി എങ്ങാനും ഒരു അവകാശം പറഞ്ഞു വരുമോ? അങ്ങനെ വല്ലതും തോന്നുമോ? അതൊന്നും പറഞ്ഞു വരില്ല. അങ്ങനെയുള്ള ആളുകളല്ല, ഒരു പാവപ്പെട്ട 3 ആളുകളാണ്. അവരച്ഛൻ പോയിട്ട് പോലും അർജുനെ കിട്ടിയതിൽ ആ കുട്ടികൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ക്യാബിനകത്ത് നിന്ന് ബാക്കി ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പരിശോധന നടത്തണം എന്നുള്ള ആവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ക്യാബിന് ഇനി കട്ടർ ഉപയോഗിച്ചിട്ട് അത് പൊളിച്ചു കഴിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങൾ അതിൽ പരിശോധിക്കും. വാഹനം അതേമാതിരി തന്നെ എടുക്കാൻ പറ്റാത്ത, വണ്ടി ഓടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളത്. മീൻസ് ഇങ്ങോട്ട് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഗംഗാവലിപ്പുഴയിൽ നിന്ന് അങ്ങോട്ട് ആ വണ്ടിക്ക് ഇങ്ങോട്ട് വരാനൊരു തടസ്സം, ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട വണ്ടിയായിരുന്നു. ആ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് ഉള്ളത് വണ്ടി. ബ്രേക്കൊക്കെ ഇനി റിലീസ് ചെയ്യേണ്ടതുണ്ട്. റിലീസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മേലേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് കട്ടർ വെച്ച് അത് പൊളിച്ചു വണ്ടി കയറ്റാൻ കൂടുതൽ ക്രെയിനൊക്കെ ആവശ്യമുണ്ടോ? എന്തായാലും ഇന്നലത്തെ ക്രെയിൻ കൊണ്ട് നടന്നില്ലല്ലോ, 2 എണ്ണം. അത് നടക്കാത്തതിൻ്റെ കാരണം ഈ ഹാൻഡ് ബ്രേക്കാണ്. ഈ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് കയറിപ്പോരും. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം. താങ്ക് യു. മനാഫാണ് നമ്മോടൊപ്പം ചേർന്നത്. ഏതായാലും നടപടികൾ, DNA ടെസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള നടപടികൾ വളരെ പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. കർണാടക സർക്കാരൊക്കെയായി ഇതിനോട് ബന്ധപ്പെട്ടിട്ടുമുണ്ട്. വേണു PS-നൊപ്പം KV ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.